ഇന്നലെ നമ്മൾ രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഒരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, KHDC സംഘടനയുടെ ഉടമസ്ഥനായിട്ടുള്ള ഫിറോസ് 1 കോടി രൂപയുടെ ഒരു മാനനഷ്ട കേസ് നമ്മുടെ രേണു സുധിക്കെതിരായിട്ട് ഫയൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കേസ് ഈ പറയുന്ന രേണു സുധിക്കെതിരായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫയൽ ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്കുള്ള ആ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻട്രി നമ്മുടെ രേണു സുധിക്ക് ക്യാൻസൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. രേണു സുധിയുടെ ബിഗ് ബോസിലേക്ക് പോവരുത്, രേണുവിനെ കയറ്റാൻ പാടില്ല, രേണു ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കാണില്ല, രേണുവിന്റെ ആ ഒരു സെലക്ഷൻ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യിക്കണം, രേണുവിന് എന്തിനാണ് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്നാണ് രേണുവിൻ്റെയൊക്കെ എത്തുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ, പലതും പലതാണ്. അപ്പൊ അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ നമുക്ക് പേഴ്സണലിയും അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ കമന്റുകളായിട്ടും ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കൺഫേം ആയിട്ട് പറയാണ്, ഒരു കേസ് ഇപ്പോൾ വരുന്നതായിട്ട് നമുക്ക് അറിയുന്നു. ഇതുവരെ ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല. രേണു സുധിക്കെതിരായിട്ട് ഈ പറയുന്ന വീട് ഉണ്ടാക്കി കൊടുത്ത, അതായത് ഈ പറയുന്ന രേണു സുധിയുടെ മക്കൾക്കും രേണു സുധിക്കും താമസിക്കാനായിട്ട് സുധിലയം എന്ന് പറയുന്ന വീടുണ്ടാക്കി കൊടുത്ത KHDC സംഘടനയുടെ ഉടമസ്ഥനായിട്ടുള്ള ഫിറോസ് ഈ പറയുന്ന വീടിന് ചോർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഫിറോസിനെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പോൾ 1 കോടി രൂപയുടെ ഒരു മാനനഷ്ട കേസാണ് ഈ പറയുന്ന രേണു സുധിക്കെതിരായിട്ട് ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതുവരെ ആ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഇവിടെ നിന്ന് ചെന്നൈക്ക് ഫ്ലൈറ്റ് കയറുന്നത് 27-ാം തീയതിയും 28-ാം തീയതിയൊക്കെയാണ്. അപ്പോൾ 29-ാം തീയതി എല്ലാ കണ്ടസ്റ്റൻസും ചെന്നൈയിൽ സെറ്റിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ ഒരിക്കലും ഈ പറയുന്ന കോടതിയിൽ അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് രേണു സുധിക്കെതിരായിട്ടൊരു കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് മാക്സിമം രേണു സുധി ഒരു ഷോയിൽ പങ്കെടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് കണ്ടന്റ് ആണ് വേണ്ടത്. രേണു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് രേണു വന്നാൽ തന്നെ കിട്ടും. രേണുവിടെ ഗെയിമൊക്കെ പിന്നീട്, രേണുവിന്റെ ഗെയിം പോസിറ്റീവ് ആവുന്നതൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രേണു സുധി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് രേണു സുധി. അപ്പൊ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തി ആ ഒരു ഷോയുടെ ഭാഗമാവുന്നുണ്ടെങ്കിൽ അതിന് കാഴ്ചക്കാര് ഇപ്പൊ കാണില്ല എന്ന് പറയുന്നവര് വരെ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും കയറി കാണും. അപ്പോൾ അത്തരത്തിൽ ബിഗ് ബോസിന് കണ്ടന്റും ഈ പറയുന്ന TRP റേറ്റിംഗും തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ മാക്സിമം ബിഗ് ബോസ് ഈ ഒരു ഷോയിലേക്ക് രേണു സുധിയെ പങ്കെടുപ്പിക്കാനായിരിക്കും തീരുമാനിക്കുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണു സുധി 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിലിനി യാതൊരു മാറ്റവും ഇല്ല. ഓഗസ്റ്റ് മാസം 3-ാം തീയതി രേണു സുധി ഈ പറയുന്ന ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രേണുവിനെ ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 28-ാം തീയതി രേണു ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറും ചെന്നൈയിലേക്ക് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അത് കൺഫേംഡ് ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കേസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോ ഇത്രയും ഇപ്പൊ ഇന്ന് 25-ാം തീയതി ആയി നാളത്തേക്ക്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും സമയം കൊണ്ട് ഒരിക്കലും രേണുവിന്റെ ആ ഒരു എൻട്രി ക്യാൻസൽ ചെയ്യിക്കാനായിട്ട് ആ ഒരു കേസിന് സാധിക്കില്ല എന്ന് തന്നെ ഇപ്പൊ കൺഫേംഡ് ആയിട്ടുണ്ട്. രേണുവിനെ ബിഗ് ബോസിലേക്ക് പങ്കെടുപ്പിക്കാനായിട്ട് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനും അതിന്റെ അണിയറയിലുള്ള എല്ലാവർക്കും ഒരുപാട് താല്പര്യവും ഇഷ്ടമൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും രേണു ഈ പറയുന്ന സീസണിൽ ഉണ്ടാകും. രേണു സുധി ബിഗ് ബോസ് സീസൺ 7ൽ പങ്കെടുക്കട്ടെ. പുള്ളിക്കാരത്തിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് 24 മണിക്കൂറും നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് നോക്കാം രേണു സുധി എങ്ങനെയായിരിക്കും ആ ഒരു ബിഗ് ബോസ് സീസൺ 7ൽ സർവൈവ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം സീസൺ 7ലേക്ക് വരുന്ന സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് രേണു ആ ഒരു ഫൈറ്റിന്റെ ഭാഗമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഈ ഉള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസും പുള്ളിക്കാരത്തിയെ ഇങ്ങനെ കുത്തി നോവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാവും. ഈ പറയുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിന്റെ അകത്തും ഒരു സംസാര വിഷയമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തൊക്കെയാണെങ്കിലും രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ വരട്ടെ. എനിക്ക് പേഴ്സണലി നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. കണ്ടന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഡ്രാമ, ആക്ടിങ്, അതുപോലുള്ള എല്ലാ വായിലുനാക്ക് എല്ലാ സംഭവവും നല്ല രീതിയിൽ, അതുപോലെ തന്നെ തന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് ശരിയാക്കി പറയാനായിട്ടുള്ള ഒരു അപാര ടാലന്റ് ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ടാലന്റ് അല്ല. അതെന്തൊക്കെയാണെങ്കിലും രേണു സുധിക്ക് ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള പേരിൽ രേണു സുധിയെ നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നത്. ഒരു കണ്ടന്റ് കിട്ടും എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്